ഹരി ഓം. അധ്യായം 17. ശ്രീകൃഷ്ണന്റെ ബാലലീലകൾ. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീനാരദൻ പറഞ്ഞു: ബലരാമനും ശ്രീകൃഷ്ണനും വിവിധമായ ബാലലീലകളിൽ വ്യാപൃതരായി. അവർ മുട്ടുകുത്തി നടന്നുകൊണ്ടും തങ്ങളുടെ കാൽത്തളകളുടെ മനോഹരമായ ശബ്ദം കേൾപ്പിച്ചുകൊണ്ടും വൃന്ദാവനത്തിനു ചുറ്റും ഓടി നടന്നു. മറ്റ് ബാലകരോടൊപ്പം ശ്രീകൃഷ്ണനും മുറ്റത്ത് പൊടിയിൽ ഉരുളുകയും കളിക്കുകയും ചെയ്യുമായിരുന്നു. ഇത് കണ്ടിരുന്ന യശോദ തൻ്റെ ഉണ്ണിക്കണ്ണനെ മടിയിലിരുത്തി വളരെ വാത്സല്യത്തോടെ തുടച്ച് വൃത്തിയാക്കുമായിരുന്നു. ഉണ്ണികൃഷ്ണന്റെ കളികൾ ഗോപികമാരും കണ്ട് ആസ്വദിക്കുമായിരുന്നു. അത് കാണാൻ ഗോപികമാർ എപ്പോഴും നന്ദന്റെ ഗൃഹത്തിൽ എത്തുമായിരുന്നു. അപ്പോൾ അവിടെ വന്ന ഒരു ഗോപിക യശോദയോട് ഇപ്രകാരം പറഞ്ഞു: ഉണ്ണിക്കണ്ണന്റെ ബാലലീലകൾ അതിരസകരമാണ്. അതുകൊണ്ട് ആരുടെയും ദൃഷ്ടിദോഷം ഈ ശിശുവിൻ്റെ മേൽ പതിയാതിരിക്കാൻ ഈ കുട്ടിയെ മുറ്റത്ത് നിന്നും പുറത്തു വിടരുത്. കുട്ടിയുടെ വായയിൽ മുൻഭാഗത്തെ 2 പല്ലുകൾ മാത്രമുള്ളതിനാൽ അത് കുട്ടിയുടെ അമ്മാവന് ദോഷകരമാണ്. ഹേ യശോദേ, ഈ കുട്ടിക്ക് അമ്മാവന്മാർ ഇല്ലെങ്കിലും വിഘ്ന നിവാരണത്തിനായി ദാനധർമ്മങ്ങൾ ചെയ്യണം. അതോടൊപ്പം പശു, ബ്രാഹ്മണൻ, ദേവത എന്നിവർക്കും പൂജ നടത്തുകയും വേണം. അതിനുശേഷം പുത്രന്മാരുടെ ഐശ്വര്യത്തിനായി യശോദയും രോഹിണിയും ഭക്ഷണം, വസ്ത്രം, രത്നങ്ങൾ എന്നിവ ദാനം ചെയ്തു. കുറച്ചു മാസങ്ങൾക്കു ശേഷം മുട്ടുകുത്തി നടന്നിരുന്ന രാമകൃഷ്ണന്മാർ പിച്ച വെച്ചു നടക്കാൻ തുടങ്ങി. ശ്രീരാമൻ, സുബലൻ എന്നിങ്ങനെ മറ്റു ബാലന്മാരോടൊപ്പം യമുനാ തീരത്ത് കളിച്ചിരുന്നു. ഉണ്ണിക്കണ്ണനും ചങ്ങാതിമാരും ചേർന്ന് വീടുകൾ കയറിയിറങ്ങി വെണ്ണയും തൈരും കട്ടെടുത്തു കഴിച്ചിരുന്നു. ഒരു ദിവസം ഉപനന്ദന്റെ ഭാര്യയായ പ്രഭാവതി യശോദയുടെ അടുത്ത് ചെന്ന് പരാതി പറഞ്ഞു: യശോദേ, നമ്മുടെ വീടുകളിലുള്ള വെണ്ണ, നെയ്യ്, പാൽ, തൈര്, മോര് എന്നിവയിൽ യാതൊരു ഭേദഭാവവുമില്ല. എൻ്റേത് എന്നോ നിങ്ങളുടേത് എന്നോ ഇതുവരെ നമ്മൾ വേർതിരിച്ച് കണ്ടിട്ടില്ല. എല്ലാം നമ്മുടേതായിട്ടാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ നിങ്ങളുടെ പിഞ്ചോമന വീട്ടിൽ വെച്ചിരുന്ന വെണ്ണയൊക്കെ കട്ടെടുക്കുന്നു. ഒരിക്കൽ ഞാൻ ഉണ്ണിക്കണ്ണനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ എന്നെ കളിയാക്കിക്കൊണ്ട് അവൻ മുറ്റത്തു നിന്നും ഓടി. യശോദേ, നിങ്ങളുടെ പൈതൽ ചെയ്തത് തെറ്റാണ്. പക്ഷേ നിങ്ങളെ ഓർത്ത് ഞാൻ ഇപ്രാവശ്യം ക്ഷമിച്ചു. പ്രഭാവതിയുടെ ഈ വാക്കുകൾ കേട്ട യശോദ കൃഷ്ണനെ ശകാരിച്ചു. ഇനി മേലാൽ ഇത് ആവർത്തിച്ചാൽ കൈയോടെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്നാൽ തക്കതായ ശിക്ഷ കൊടുത്തുകൊള്ളാം എന്ന് യശോദ പ്രഭാവതിയോട് പറഞ്ഞു. യശോദയുടെ ഈ വാക്കുകൾ കേട്ട ശേഷം പ്രഭാവതി തിരിച്ച് വീട്ടിലേക്ക് പോയി. കുറച്ചു ദിവസങ്ങൾക്കു ശേഷം കൃഷ്ണനും ചങ്ങാതിമാരും തൈര് മോഷ്ടിക്കാൻ പ്രഭാവതിയുടെ വീട്ടിലേക്ക് ചെന്നു. തൈര് കുടം തൂക്കിയിട്ടിരുന്നതിനാൽ അവർക്ക് അത് എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ കൃഷ്ണൻ ഒരു വടിയെടുത്ത് ആ കുടത്തിൽ അടിച്ചു. അതോടെ ആ തൈര് മുഴുവൻ താഴേക്ക് വീണു. അത് കൃഷ്ണനും ഗോപബാലരും വയറു നിറയെ ഭക്ഷിച്ചു. തൈര് കുടം പൊട്ടിയ ശബ്ദം കേട്ട് പ്രഭാവതി വന്നപ്പോൾ കൃഷ്ണൻ ഒഴികെ മറ്റു ബാലർ അവിടെ നിന്നും ഓടി. കൃഷ്ണനും ഓടാൻ ശ്രമിച്ചപ്പോൾ പ്രഭാവതി കൃഷ്ണന്റെ കൈ പിടിച്ചു. അവൻ പേടിച്ച് കള്ളക്കണ്ണീര് പൊഴിച്ചു. പ്രഭാവതി കൃഷ്ണന്റെ കൈയും പിടിച്ചുകൊണ്ട് യശോദയുടെ വീട്ടിലേക്ക് പോയി. അവിടെ നന്ദഗോപൻ വീടിന്റെ മുൻപിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രഭാവതി കൃഷ്ണന്റെ കൈ വിട്ടിട്ട് സാരിത്തുമ്പ് കൊണ്ട് മുഖം മറച്ചു. ആ സമയത്ത് കൃഷ്ണൻ തൻ്റെ മായാശക്തി ഉപയോഗിച്ച് പ്രഭാവതിയുടെ പുത്രന്റെ രൂപം സ്വീകരിച്ചു. അത് ആരും ശ്രദ്ധിച്ചില്ല. പ്രഭാവതി യശോദയുടെ അടുത്ത് ചെന്ന് ഇപ്രകാരം പറഞ്ഞു: നിങ്ങളുടെ പുത്രൻ എൻ്റെ തൈര് കുടം ഉടയ്ക്കുകയും മുഴുവൻ തൈര് കട്ടെടുക്കുകയും ചെയ്തു.
യശോദ ആശ്ചര്യത്തോടെ പ്രഭാവതിയുടെ പുത്രനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ തന്നെ പുത്രനല്ലേ? ആദ്യം കുട്ടിയെ നോക്കിയിട്ട് കുറ്റം പറയൂ. ഇപ്രകാരം ചെയ്യാത്ത കുറ്റം ആരോപിച്ചാൽ ഈ നഗരത്തിൽ നിന്നും പുറത്തു പോകേണ്ടി വരും. നിങ്ങളുടെ പുത്രന്റെ കുറ്റം എൻ്റെ കുട്ടിയുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണോ? പ്രഭാവതി ആശ്ചര്യത്തോടെ തൻ്റെ പുത്രനെ നോക്കിയിട്ട് ഇപ്രകാരം മനസ്സിൽ ചിന്തിച്ചു, എടാ നീച, നീ എങ്ങനെയാ ഇവിടെ എത്തിയത്? എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന കള്ളകൃഷ്ണൻ എവിടെ പോയി? എന്നിങ്ങനെ പിറുപിറുത്തുകൊണ്ട് പ്രഭാവതി തൻ്റെ പുത്രനെയും കൊണ്ട് സ്വഭവനത്തിലേക്ക് പോയി. പ്രഭാവതിയുടെ വീട്ടിലേക്ക് ഉള്ള യാത്രാമധ്യേ ശ്രീകൃഷ്ണൻ പ്രഭാവതിയുടെ പുത്രൻ്റെ രൂപം മാറിയിട്ട് തൻ്റെ സ്വന്തം രൂപം സ്വീകരിച്ച ശേഷം പ്രഭാവതിയോട് ഇങ്ങനെ പറഞ്ഞു, ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ എന്നെ പിടികൂടിയാൽ ഞാൻ നിങ്ങളുടെ ഭർത്താവിൻ്റെ രൂപം സ്വീകരിക്കും. ഇതു കേട്ടിട്ട് ആശ്ചര്യചകിതയായിക്കൊണ്ട് പ്രഭാവതി തൻ്റെ വീട്ടിലേക്ക് പോയി. അന്നു മുതൽ ഗോപികമാർ ആരും ശ്രീകൃഷ്ണനെ പിടികൂടാൻ ധൈര്യപ്പെട്ടിട്ടില്ല. ഇവിടെ 1-ാം ഖണ്ഡത്തിലെ 17-ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം.